All right? Praise God. You see, the best gift that we can give to you from here is an enthusiasm for the Word of God. മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നവര് സഭയിലെ ലീഡേഴ്സ് നമുക്ക് തരാമെന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ദാനമെന്ന് വെച്ചാൽ ദൈവവചനത്തിനു വേണ്ടിയുള്ള ആ വാഞ്ച നമ്മളിൽ ഇട്ട് തരുന്നതാണ് ഏറ്റവും നല്ലത്. God reveals himself in different ways. ദൈവം പല രീതിയിൽ നമുക്ക് തന്നെ താൻ വെളിപ്പെടുത്തി തരുന്നു. God reveals himself in nature. The more you see creation, you can enjoy and bless the Lord with all your heart. ദൈവം സൃഷ്ടിയിൽ കൂടി നമുക്ക് തന്നെ താൻ വെളിപ്പെടുത്തി തരുന്ന സൃഷ്ടിയെ കൂടുതൽ കൂടുതൽ നോക്കി അതിനെ ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ദൈവം മഹത്വമുള്ളവനാണ്. How many of you look at a flower and begin to thank God for the beauty of the flower? എത്ര പേര് ഒരു പൂവിനെ നോക്കി എത്ര മനോഹരമാണെന്ന് നിങ്ങൾ അതിനെ ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? പൂ കാണുമ്പോ പൂവല്ലേ? You see, how many of us look at nature and say, wow, what an amazing creation, creator we have. എത്ര പേര് സൃഷ്ടിയെ നോക്കിയിട്ട് എത്ര രസമുണ്ട്, എത്ര മനോഹരമായ ഒരു സൃഷ്ടാവാണ് നമുക്കുള്ളത് എന്ന് പറയാറുണ്ട്. Friends, let's enjoy the Lord in the beauty of his creation. ഞാൻ പറയട്ടെ, ആ സൃഷ്ടിയിൽ കൂടി ഈ കർത്താവിനെ നമുക്ക് ആസ്വദിക്കാം. Even the world enjoys creation, nature, by the way. ലോകം വരെ ഈ സൃഷ്ടിയെയും ഒക്കെ നോക്കി അവർ ആസ്വദിക്കാറുണ്ട്. They've given a new name to it. They call it Mother Nature, the beauty of Mother Nature. അവർ സൃഷ്ടിയെ വിളിക്കുന്നത് മലയാളത്തിലെ പ്രത്യേകവാക്കുണ്ടോ? സൃഷ്ടിയായ മാതാവ്, സൃഷ്ടിയായ മാതാവ് എന്ന് അവര് വിളിക്കുന്നത് സൃഷ്ടിയെ അതിന്റെ മനോഹരത്വം കണ്ടിട്ട്. You see, they find it so difficult to accept that God created it. They say this is all Mother Nature. They have a term for it. Even America, they say Mother Nature. അവര് the new word they have found out, Mother Nature. ഒരു സൃഷ്ടിയെ ഒരു പുതിയ പേരിൽ ഇട്ടാണ് വിളിക്കുന്നത്, സൃഷ്ടിയായ അമ്മ. What a terrible thing, isn't it, that the world sees the beauty of creation and they don't see the Father God who created all things. നാലോചിച്ച് നോക്കിക്കേ, സൃഷ്ടിയെ അവർ കാണുന്നു, അതിനെ പുകഴ്ത്തുന്നു, പക്ഷെ അത് സൃഷ്ടിച്ച സ്വർഗ്ഗസ്ഥനായ പിതാവിനെ കാണാതെ പോകുന്നു. How can they glorify Mother Nature? Just imagine, they are saying this came just like that, and they are willing to glorify Mother Nature and not glorify Father God. അവര് ഈ സൃഷ്ടിയൊക്കെ തന്നെത്താൻ ഉളവായി വന്നു എന്ന് പറഞ്ഞിട്ട് ഈ സൃഷ്ടിയെ സൃഷ്ടിയാകുന്ന മാതാവെന്ന് പറഞ്ഞ് അവർ ആ സൃഷ്ടിയെ അവര് സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുക. പക്ഷേ ഇതിന്റെ പുറകിലുള്ള സ്വർഗ്ഗസ്ഥനായ പിതാവിനെ കാണാതെ പോകുന്നു. Oh my dear friends, if only we could boast about our Creator in the beauty of His creation. ആ സൃഷ്ടിയുടെ മനോഹരത്തിൽ അത് നോക്കി ഈ സൃഷ്ടാവിനെ നമ്മളൊന്ന് സ്തുതിച്ചാൽ പുകഴ്ത്താൻ നമുക്ക് പറ്റിയായിരുന്നു. God also reveals himself to us in the situations and circumstances of life. ദൈവം നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങള് നമ്മളുടെ മുന്നിൽ വരുന്ന അവസ്ഥകളിൽ കൂടിയും തന്നെത്താൻ വെളിപ്പെടുത്തി തരാറുണ്ട്. Man of God called C.S. Lewis said like this. C.S. ലൂയിസിനെ പറ്റി ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു. He said God whispers to us in our pleasures. എങ്ങനെയാണ് പറഞ്ഞത്? നമ്മളുടെ സുഖകാലത്ത് ദൈവം നമ്മളോട് രഹസ്യത്തിൽ പറയുന്നു, but shouts to us in our pains. പക്ഷേ നമ്മുടെ വേദനയുള്ള വേളയിൽ ദൈവം നമ്മളോട് ആർപ്പിട്ട് സംസാരിക്കുന്നു. So when you are going through difficult situations, നമ്മള് പ്രയാസമുള്ള സാഹചര്യങ്ങൾ നേരിടുമ്പോൾ you can be sure that God is wanting to shout out to you and say, hey, I am here. നമുക്ക് ഒരു കാര്യം ഉറപ്പാകണം, ദൈവം കാഹളനാദത്തോടെ ഒച്ചത്തിൽ നമ്മളെ മുഴക്കി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുവാണ്, മോളെ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. Because when we enjoy the pleasures of life, we don't give much importance to God. ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ല. That's how we all are made up. That is all how human nature is, isn't it? That's the sad thing about us. അങ്ങനെയാണ് മനുഷ്യ സ്വഭാവം. All of us are in the same boat, my dear friends. നമ്മളെല്ലാവരും ഒരേ വഞ്ചിയില. But he shouts to us in our pains because he wants us to
give attention to him. നമ്മൾ അവന് ശ്രദ്ധ കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും കൊണ്ട് നമ്മളുടെ വേദനയുടെ വേളയിൽ അവൻ നമ്മളോട് ഉച്ചത്തിൽ It is not സംസാരിക്കുന്നു. because he is some kind of an egoistic person and he wants to get our attention all the time. നമ്മൾ എപ്പോഴും ദൈവത്തെ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദൈവത്തിന് വിഷമമാവും, അങ്ങനെയുള്ള He കാര്യമൊന്നുമല്ല. is not a kind of politician, kind of a guy, my dear friends. ഒരു നേതാവ് പോലത്തെയുള്ള ഒരു വ്യക്തിയല്ല യേശു ക്രിസ്തു. He is the God of the universe. സൃഷ്ടിയുടെ കർത്താവാണ്. There is no need for him to come down to our level. നമ്മളുടെ ഈ താണ നിലവാരത്തിലോട്ട് ഇറങ്ങി വരേണ്ട He is ആവശ്യമില്ല. lifted high above the heavens. അവൻ സ്വർഗ്ഗത്തിലും He can ആകാശത്തിനേക്കാളും create a million ഉയർന്നിരിക്കുന്നവൻ. earths like ours within a moment of time. ക്ഷണനേരം കൊണ്ട് ഇതുപോലത്തെ മില്യൺ ലക്ഷക്കണക്കിന് ഭൂമികൾ ദൈവത്തിന് There is ഉണ്ടാക്കാൻ no need സാധിക്കുന്ന ദൈവമാണ്. there is no need for God to bring himself to our attention. നമ്മളുടെ ശ്രദ്ധയിൽ അവൻ പെടണമെന്ന് അവൻ ആഗ്രഹിക്കേണ്ട ഇത് But he knows അത്യാവശ്യം. how much we need him. പക്ഷെങ്കില് ദൈവത്തിന് അറിയാം നമ്മൾക്ക് ഈ ദൈവത്തെ He എത്രമാത്രം knows ആവശ്യമുണ്ടെന്ന്. he knows the state that we are in. നമ്മളുടെ അവസ്ഥകള് ദൈവം അറിയുന്നു. He knows what we have become because of our sin. നമ്മളുടെ പാപം കാരണം നമ്മൾ ഏത് അവസ്ഥയിൽ വന്ന് പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന് And he അറിയാം. wants to lift us up from the dirt, my dear friends. ആ മരണ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ പൊക്കി ഉയർത്താൻ ആഗ്രഹിക്കുന്നു. He wants to wash us and cleanse us because he knows what it means to be pure. അവൻ പരിശുദ്ധി എന്താണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം നമ്മളെ കഴുകി And he is ശുദ്ധീകരിക്കാൻ saying, I want ആഗ്രഹിക്കുന്നു. you to be holy as I am holy. ദൈവം നമ്മളോട് പറയുക, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും My dear പരിശുദ്ധരായിരിക്കാൻ ഞാൻ friends, that is not a ആഗ്രഹിക്കുന്നു. command, that is a privilege from God for us. സുഹൃത്തുക്കളെ, ഇതൊരു ദൈവത്തിൽ നിന്നുള്ള കൽപ്പനയല്ല, നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പദവിയാണ്. Sunil was trying hard to teach us about being personally holy before God. ഡോക്ടർ സുനിൽ നമ്മളോട് കഠിനാധ്വാനം ചെയ്ത് നമ്മളെ പഠിപ്പിച്ച വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ മുന്നിൽ പരിശുദ്ധിയിൽ വിശുദ്ധിയിൽ എങ്ങനെ ജീവിക്കാമെന്ന്. But my dear friends, should not never come out of a fear of punishment. പക്ഷെങ്കിൽ സുഹൃത്തുക്കളെ, ഇത് ഈ വിശുദ്ധിയുടെ ജീവിതം ഒരു ശിക്ഷ കിട്ടും എന്നുള്ള ഭയത്തിൽ നിന്നല്ല പൊങ്ങി The വരേണ്ടത്. privilege of becoming more like him. അവനെ പോലെ കൂടുതലായി തീരാനുള്ള ആ പദവി John നമുക്ക് the Baptist ലഭിക്കുക. cried out like this. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, When they asked him, why look at Jesus Christ, disciples, they are baptizing more than you. അവര് യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞു, നോക്കിക്കേ, യേശുവിന്റെ ശിഷ്യന്മാർ അവർ കൂടുതൽ പേരെ സ്നാനപ്പെടുത്തുന്നുണ്ടല്ലോ He എന്ന് said, പറഞ്ഞപ്പോൾ, hey, what is it to me? I'm excited because you see, he is the bridegroom. I'm just a friend of the bridegroom. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എനിക്കതിൽ വിഷമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവനാണ് മണവാളൻ, ഞാൻ മണവാളന്റെ സുഹൃത്ത് He is മാത്രം. the one. He must increase and I must decrease. അവനാണ് കാര്യമുള്ളവൻ, അവൻ വളരണം, ഞാൻ I have കുറയണം. come here to give glory to him. ഞാൻ അവന് മഹത്വം കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. Because before I am, he was. എന്ന് വെച്ചാൽ ഞാൻ ആയിരിക്കുന്നതിന് മുമ്പേ അവൻ ഉണ്ടായിരുന്നു. Oh, my dear friends, the beauty of Jesus walking here on earth. യേശു ക്രിസ്തു ഈ ലോകത്തിൽ നടക്കുന്നതിൻ്റെ ആ മനോഹരത്വം, നന്മ എത്ര അധികം. Thirdly, he comes to us in the face of Jesus Christ. മൂന്നാമത് ദൈവം യേശുവിനെ നമ്മളെ കാണിച്ചുകൊണ്ട് നമ്മുടെ നടുവിലോട്ട് വരുന്നു. That's what the book of John is all about. അതാണ് യോഹന്നാന്റെ സുവിശേഷം When he മുഴുവൻ. talks about the 9 statements, or even more than 9, when he says, I am, what is he saying, my dear friends? യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ ആകുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ He is എന്താണ് not യേശു just declaring his പറയുന്നത്? name to us. അവിടെ യേശു തന്റെ പേര് നമ്മളെ ഒന്ന് അറിയിക്കുക In the എന്ന് Old മാത്രമല്ല. Testament, when God said through Moses, tell them that I am who I am. പഴയ നിയമത്തില് ദൈവം മോശയിൽ കൂടി പറഞ്ഞു, അവരോട് നീ പോയി പറ, ഞാൻ ആകുന്നു എന്ന് He പറയാന്ന് was not പറഞ്ഞപ്പോൾ sounding philosophical, my dear friends. അവിടെ ഒരു
തത്വജ്ഞാനം ഒന്നും പറയുവല്ലായിരുന്നു Because ദൈവം. behind that, what was he saying to them was this: hey, I am. Meaning, I am always with you. I am there. I am here to save you. ആ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ ദൈവം വിളിച്ചു പറയുവാണ്, ഞാൻ ആകുന്നു, എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ട്, ഞാൻ ആകുന്നു. I am revealing myself in a new name to you, God says to the people of Israel. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയാണ്, ഞാൻ പുതിയ ഒരു പേരിൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി This was തരുവാണ്. not the name I revealed myself to Abraham. ഞാൻ അബ്രഹാമിനെ എന്നെ തന്നെ വെളിപ്പെടുത്തിയ അതുപോലെയല്ല But ഇപ്പോൾ now you are in trouble. But now you are in trouble. ഇപ്പോൾ നിങ്ങൾ But പ്രശ്നത്തിലായിരിക്കുന്നു. now you are in slavery. ഇന്ന് നിങ്ങൾ അടിമത്തത്തിലാണ്. But now you are in big bondage. ഇന്ന് നിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. Therefore know my new name. It is I am who I am. I am your Jehovah. ഞാൻ എന്റെ പുതിയ പേര് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആകുന്നു, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. Every time when Jesus Christ says about I am the resurrection, I am the way, I am the good shepherd, what was he saying? ഓരോ പ്രാവശ്യം യേശുക്രിസ്തു പറയും, ഞാനാണ് പുനരുദ്ധാനം, ഞാനാണ് ജീവൻ, ഞാനാണ് വഴി എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ നല്ല ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ യേശു എന്താണ് He was അർത്ഥമാക്കുന്നത്? actually coming to us and saying, hey, this is what I want to reveal myself to you. യേശു വന്ന് പറയുവാണ് നമ്മളോട്, ഞാൻ എന്നെ തന്നെ ഇത് വെളിപ്പെടുത്തി, ഇങ്ങനെ വെളിപ്പെടുത്തി തരാൻ Because there ആഗ്രഹിക്കുന്നു. was always a need. എന്ന് വെച്ചാൽ എപ്പോഴും There is always ആവശ്യമുണ്ട്. a need. എപ്പോഴും നമ്മളുടെ മുന്നിൽ ആവശ്യമുണ്ട്. Martha cried out and said, oh Lord, if only you had been here earlier, my brother would not have മാർത്ത died. യേശുവിനോട് നിലവിളിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ She മരിക്കത്തില്ലായിരുന്നു. had great faith to believe that he could heal her brother Lazarus. യേശുവിന് തന്റെ മാർത്തയുടെ സഹോദരനെ സൗഖ്യപ്പെടുത്താൻ കഴിവുള്ളവനാണെന്ന് മാർത്തയ്ക്ക് പൂർണ്ണ വിശ്വാസം But now he ഉണ്ടായിരുന്നു. is dead for 4 days. What can you do, oh Jesus? പക്ഷെങ്കിൽ ഇപ്പോൾ യേശുവെ മരിച്ചിട്ട് 4 ദിവസമായി, ഇനി അങ്ങക്ക് എന്ത് ചെയ്യാൻ This is സാധിക്കും? what Jesus Christ told Martha, my dear friends. മാർത്തയോട് യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, I am the resurrection and I am the life. ഞാനാണ് പുനരുദ്ധാനം, ഞാനാണ് ജീവൻ. She didn't stop there, by the way. പക്ഷേ അത് പറഞ്ഞ് അവിടെ നിർത്തിയില്ല. He asked her one more question. അവരോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, Do you believe this? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? Thank you, Father. Thank you, Lord. That's a question we all have to answer, my dear friends, every time Jesus comes to us. സുഹൃത്തുക്കളെ, ഓരോ പ്രാവശ്യവും യേശു നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മളും ഉത്തരം ഇത് തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ Don't think that he does not come to you. യേശുക്രിസ്തു നമ്മളുടെ മുന്നിൽ വരുന്നില്ല എന്ന് നിങ്ങൾ Don't think that he does not want to come to you. നമ്മളുടെ മുന്നിലോട്ട് യേശു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് But every time he comes to you, പക്ഷേ ഓരോ പ്രാവശ്യം യേശു വരുമ്പോൾ remember, we are going to ask you this question. നിങ്ങൾ ഓർക്കണം, ഈ ചോദ്യമാണ് യേശു ചോദിക്കാൻ In your ആഗ്രഹിക്കുന്നത്. difficult situation, നിന്റെ ആ പ്രയാസമുള്ള in സാഹചര്യത്തിൽ, your troubles, നിന്റെ ആ പ്രതിസന്ധിയിൽ, do you believe this about me? എന്നെ കുറിച്ച് ഈ കാര്യം, ഈ സത്യം നീ വിശ്വസിക്കുന്നോ എന്ന് യേശു ചോദിക്കുന്നു. We say, I believe in doctors, oh God. നമ്മൾ പറയും, ദൈവമേ, ഞാൻ ഡോക്ടർമാരിൽ വിശ്വാസം Because വെക്കുന്നു. unless I have got cancer, why should I trouble you? എന്ന് വെച്ചാൽ എനിക്ക് ക്യാൻസർ വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കർത്താവേ അങ്ങേ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്? I'm not crying, by the way, all right. I get this problem with my eyes, all right. Sometimes I have to pour drops every day. Shobha is treating me, so don't think that I'm crying in messages all the time, okay? You see, I have to pour eye drops morning and evening, dry eyes. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കരയുവാന്ന് ചിന്തിക്കണ്ട, കണ്ണിൽ പ്രയാസമുള്ളത്. Maybe I am the weeping preacher, I don't know, but somehow this comes. പക്ഷേ ഒരു പക്ഷേ ഞാൻ കരയുന്ന. What was I saying right now, by the way, I forgot. Jesus Christ comes to us in our Yes, when we go through troubles and difficulties, remember He is there. നമ്മൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, അവൻ ഉണ്ട്. So the sad thing that about us is we think that, you see, we have to struggle to find Him.
നമ്മളുടെ ദുഃഖകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങ് ബന്ധപ്പെട്ട് കർത്താവിനെ കണ്ടെത്തണമെന്ന്. As if we have to take great pains. He's not really willing. കർത്താവ് നമുക്ക് പ്രത്യക്ഷപ്പെടാൻ മനസ്സില്ല, പക്ഷെ നമ്മൾ ബുദ്ധിമുട്ടി കർത്താവിനെ എങ്ങനെയോ കണ്ടെത്തുന്ന പോലെ നമ്മുടെ തോന്നൽ. If only we knew the heart of God. ദൈവത്തിന്റെ ഹൃദയം നമ്മളൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ. We didn't ask him to come down to save us. നമ്മളെ രക്ഷിക്കാനായിട്ട് കർത്താവേ അങ്ങ് ഭൂമിയിൽ ഇറങ്ങി വരണമേ എന്ന് നമ്മൾ ചോദിച്ചില്ല. We were happy in our own sin. നമ്മൾ നമ്മുടെ പാപത്തിൽ മുഴുങ്ങി ആനന്ദിച്ച് enjoying the pleasures of life, or at least trying to. ജീവിതത്തിന്റെ ആ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ ശ്രമിച്ചിങ്ങനെ ബന്ധപ്പെടുക. Isn't that what we are? നമ്മൾ അങ്ങനെയല്ലേ? Let's not fool ourselves, my dear friends. നമ്മൾ നമ്മളെ തന്നെ വിഡ്ഢികളാക്കരുത്. There is none righteous, not even one. ഒരുവൻ പോലും, ആരും നീതിമാനില്ല, ഒരുവൻ പോലുമില്ല. Stop boasting about who you are. നമ്മളുടെ ആ നന്മയെ കുറിച്ച് പ്രശംസിക്കുന്ന നിർത്ത്. It stings. ആ പ്രശംസയൊക്കെ നാറ്റം വെച്ചതാ. It's a phrase that says it stings to high heaven. ഒരു ചൊല്ലിങ്ങനെയുണ്ട്, അത് ആകാശത്തോളം നാറുന്നു. The book of John, please. യോഹന്നാന്റെ സുവിശേഷം. I hope you have started reading through it. It's an amazing book. ഈ അതിശയമായ ഈ ഒരു പുസ്തകം നിങ്ങൾ വായിക്കാൻ തുടങ്ങി എന്ന് ഞാൻ കരുതുന്നു. Interesting thing about this book is this. ഈ പുസ്തകത്തിന്റെ രസം ഇതാണ്. More than any other book, John is addressing our faith. എല്ലാ പുസ്തകത്തെക്കാട്ടിലും ഉപരിയായിട്ട് ഈ പുസ്തകത്തിൽ യോഹന്നാൻ നമ്മുടെ വിശ്വാസത്തെയാണ് സംബോധന ചെയ്യുന്നത്. Showing us how deficient it can be. നമ്മളെ അതെടുത്ത് തുറന്ന് കാണിക്കുവാണ് എത്രമാത്രം വിശ്വാസത്തിൽ നമ്മൾ കുറവുള്ളവരാണ്. We saw that last week, isn't it? In chapter 2, he says like this, many believed in him. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു 2-ാം അധ്യായത്തിൽ ഒത്തിരി പേര് അവനിൽ വിശ്വസിച്ചു. But it says in verse 24, he did not entrust himself to them. പക്ഷെങ്കിൽ 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ തന്നെത്താൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. Please don't get that verse wrong, my dear friends. സുഹൃത്തുക്കളെ, ആ വാക്യം തെറ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത്. Jesus Christ is not holding himself back from saving us. നമ്മളെ രക്ഷിക്കാതെ യേശു അങ്ങ് പുറമോട്ട് മാറി നിൽക്കുവല്ല, അങ്ങനെയല്ല അത് പറയുന്നത്. relate to us only as much as we want to relate to him. നമ്മൾ എത്രമാത്രം ദൈവത്തോട് യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു അത്ര മാത്രമേ അവൻ നമ്മൾക്കും വെളിപ്പെടുത്തി തരാൻ പറ്റത്തുള്ളൂ. സുഹൃത്തുക്കളെ, ഈ ഒരു വാസ്തവം, ഈ കാതലായ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അങ്ങ് എഴുതി. He will relate to you only as much as you want to relate to him. നിങ്ങൾ എത്രമാത്രം യേശുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു അത്രമാത്രം മാത്രമേ യേശു നമ്മളോടും ബന്ധപ്പെടത്തുള്ളൂ. That is why this woman called Elizabeth Elliot said this beautiful thing about the burning bush. അതുകൊണ്ട് എലിസബത്ത് എന്ന് പറഞ്ഞ എലിസബത്ത് ഇലിയറ്റൻ ഒരു ദേവദാസി ഇങ്ങനെ പറഞ്ഞു ആ കത്തുന്ന മുൾപടർപ്പിനെ കുറിച്ച്. When we see the burning bush, we try to pluck some berries out of it. നമ്മൾ ഇങ്ങനെ കത്തുന്ന മുൾപടർപ്പ് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോയി അതിനകത്തു നിന്നുള്ള പഴങ്ങൾ പറിച്ചെടുക്കാൻ നോക്കും. But Moses, when he saw the burning bush, he fell down, he took up the sandals of his feet because he knew it was holy ground. പക്ഷെങ്കിൽ മോശ ആ കത്തുന്ന മുൾപടർപ്പ് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് കാലിലെ ചെരുപ്പ് മാറ്റിയിട്ട് കവന്നു വീണു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് വിശുദ്ധ സ്ഥലമാണ്. Are we able to see God, my dear friends, in the everyday life? സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ സാധാരണമുള്ള എല്ലാ ദിവസ ദൈനംദിന ജീവിതത്തിന്റെ നടുവില് ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ? He's not there walking on alongside. നമ്മളുടെ ചുറ്റും നമ്മളുടെ കൂടെ അവൻ നടക്കുന്നില്ല എന്നാണോ നിങ്ങൾ You think he's there only on Sunday mornings when you come to church? നിങ്ങൾ ഞായറാഴ്ച രാവിലെ സഭയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ കർത്താവ് ഇവിടെ മാത്രമേ ഉള്ളൂ?
If only we knew, my dear friends, if only we knew. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് സത്യം മനസ്സിലാക്കിയായിരുന്നെങ്കിൽ. He did not entrust himself to them because they did not entrust themselves to him. അവര് ജനക്കൂട്ടം, മനുഷ്യര് അവർ കർത്താവിൻ്റെ കയ്യിലോട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കാത്തതിനാൽ യേശുവും അവരുടെ കയ്യിലോട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. Let me show you one or two verses, my dear friends. Let me show you one or two verses. ഒന്ന് രണ്ട് വാക്യം കൂടെ ഞാൻ കാണിച്ചു തരാം. Look at John chapter 8 verse 30. യോഹന്നാൻ 8-ാം അധ്യായം 30-ാം വാക്യം. As you read down that passage, ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ, വായിച്ചാട്ടെ please. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, He says to those who believed in him. അവിടെ പറയുന്നത് തന്നിൽ വിശ്വസിച്ചവരോട്. So this is the message that we all have to understand, my dear friends. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ദൂത് ഇതാണ്. When we say we believe, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, how far is it pleasing to him? ആ വിശ്വാസം എത്രമാത്രം ദൈവത്തെ Is പ്രസാദിപ്പിക്കുന്നുണ്ട്. our faith taking us somewhere? നമ്മളുടെ വിശ്വാസം നമ്മളെ ചില സ്ഥാനങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ടോ? Because without faith it is impossible to please God. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. No matter where your faith has come from, നിങ്ങളുടെ വിശ്വാസം എവിടെ നിന്ന് വന്നാലും, the fact of the matter is you have to work, you have to meet with God through faith. വാസ്തവം ഇതാണ്, ആ വിശ്വാസത്തിൽ കൂടി നമ്മൾ ദൈവമായിട്ട് ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. To the Jews who believed him, അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാർ. this is what he said to them. അവരോട് യേശു ഇങ്ങനെയാണ് പറഞ്ഞത്. Yes, please read down. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും. ശിഷ്യന്മാരായി full stop ഇല്ലേ? full stop ഇല്ലേ അവിടെ? അല്ല, ഇല്ല, മലയാളത്തിൽ full stop ഇല്ല, ഒന്നുമില്ല, കോമയ. കോമയേ ഉള്ളൂ. ശരി, കോമയായിക്കോട്ടെ. ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. Okay, you see, he's saying, hey, there is something more I want to tell you, my dear friends. He tells those who believe him. ആ വിശ്വസിച്ച യഹൂദന്മാരോട് യേശുക്രിസ്തു പറയുക, സുഹൃത്തുക്കളെ, എനിക്ക് ഇച്ചിരൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്. Are you able to pay attention to my word? എന്റെ വചനത്തിന്, എന്റെ വാക്കുകൾക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ How പറ്റുമോ? much value do you give to my word? എന്റെ വചനത്തിന് നിങ്ങൾ എത്രമാത്രം വില കൽപ്പിക്കുന്നു? Please don't get me wrong, my dear friends. സുഹൃത്തുക്കളെ, എന്നെ I'm തെറ്റിദ്ധരിക്കല്ലേ. not asking you how much time you spend with the word of God. നിങ്ങൾ എത്ര സമയം ദൈവവചനം വായനയിൽ ചെലവഴിക്കുന്നു എന്നല്ല I'm ഞാൻ asking you ചോദിക്കുന്നത്. how much are you willing to obey the word of ഞാൻ God? ചോദിക്കുന്നത് ഇതാണ്, ഈ ദൈവവചനം എത്രമാത്രം നിങ്ങൾ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു? If you continue in my word, he tells them, അവിടെ യേശു പറയുന്നത്, നിങ്ങൾ എന്റെ വചനത്തിൽ തുടരുവാണെങ്കിൽ, if you can accept my word, എന്റെ വചനം, എന്റെ വാക്കുകൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ, അത് because he കൈക്കൊള്ളാൻ is speaking to പറ്റുമെങ്കിൽ, us all the time. അവൻ എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. When you go to do something wrong, നമ്മൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ he is speaking to you. ആ സമയത്തും ദൈവം നമ്മളോട് സംസാരിക്കുവാണ്. When you are lazy and just sit at home, നമ്മൾ അലസരായിട്ട് വീട്ടിലിരിക്കുന്ന he is സമയത്ത് speaking to us. അന്നേരവും ദൈവം നമ്മളോട് He is telling സംസാരിക്കുവാണ്. us the time is short. അവൻ നമ്മളോട് വിളിച്ചു പറയുവാണ്, സമയം ചുരുക്കം, സമയം ഇച്ചിരേ ഉള്ളൂ. How much do we value his word? നമ്മൾ അവന്റെ വചനത്തിന് എത്രമാത്രം മൂല്യം കൊടുക്കാറുണ്ട്? Look at chapter 12 and verse 42. 12-ാം അധ്യായത്തിൽ നിന്ന് 42-ാം വാക്യം. യോഹന്നാൻ 12:42. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടർ ആകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലതാനും.
See, again, here we find here talking about people, the rulers who believed in him. ഇവിടെയും അവനിൽ വിശ്വസിച്ചവരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അർത്ഥവാക്കൂടെ വായിച്ചേ. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. My dear friends, can we just begin to see this? ഇതൊന്ന് നമ്മളൊന്ന് കണ്ണു തുറന്ന് Here are കണ്ടായിരുന്നെങ്കിൽ. people who say they believe in Jesus. ഇവിടെ ഇവര് യേശുവിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ And കുറിച്ചാണ് John അവിടെ is trying പറയുന്നത്. hard to tell us, hey, is that faith acceptable? അവിടെ യോഹന്നാൻ പറയുവാണ്, ഈ വിശ്വാസം ദൈവത്തിന് സ്വീകാര്യമാണോ? Just imagine the tragedy of living all your lives and finding out at the end that your faith was unacceptable to God. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ നമ്മളുടെ ജീവിതം മുഴുവനും ജീവിച്ചു, എന്നിട്ട് അവസാനം ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ഈ വിശ്വാസം ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന്. അങ്ങനെ എത്ര ഒരു ദുഃഖകരമായ ഭയാനകമായ God, help അവസ്ഥയാണ്. us, oh Lord, help us. ദൈവമേ, ഈ അവസ്ഥയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. I'm concerned about us, my dear friends, in sitting in this room. I don't want to see any one of us being lost. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് എനിക്കതിനെ കുറിച്ച് ഭാരമുണ്ട്. What does it mean to believe in God? Let me tell you at least 5 things. യേശുവിൽ വിശ്വാസം വെക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? Number 1 is ഒരു to 5 obey. കാര്യമെങ്കിലും ഞാൻ നിങ്ങളോടൊന്ന് To പറയാം. obey His commands, number 1. ആദ്യത്തേത്, യേശുവിൽ വിശ്വാസം വെക്കുമ്പം അർത്ഥമാക്കുന്നത് അവന്റെ കൽപ്പനകൾ അനുസരിക്കുക. Number 2, രണ്ടാമത്തേത്, to trust Him for our needs. നമ്മളുടെ ആവശ്യങ്ങൾക്ക് അവനിൽ നമ്മൾ ആശ്രയം വെക്കുക. Very difficult, isn't it, sometimes? അത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല. How many times He has to show us through many situations and circumstances that we need to trust Him more than anything else. എത്ര പ്രാവശ്യം സാഹചര്യത്തിൽ കൂടിയൊക്കെ ദൈവം നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുക, നമ്മൾ ബാക്കി എല്ലാത്തിനെക്കാട്ടിലും ഉപരിയായിട്ട് അവനിൽ ആശ്രയം വെക്കെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. Number 3, to believe in Jesus, believe in God means to agree with what He says. മൂന്നാമത്തേത്, ദൈവത്തിൽ വിശ്വാസം വെക്കുക എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞതിനോട് കൂടെ യോജിക്കുക, സമ്മതിക്കുക. Number 4 is to move in the impossible. നാലാമത്തേത്, അവനിൽ വിശ്വാസം വെക്കുന്നതിന് അർത്ഥമാക്കുന്നത് അസാധ്യങ്ങളിലോട്ട് നമ്മൾ നീങ്ങുന്നു. That is what faith is all about, my dear friends. അതാണ് വിശ്വാസം. Isn't that what Christ said? What is impossible with man is possible with God. അതാണ് അല്ലേ യേശു ക്രിസ്തുവും പറഞ്ഞത്, മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ Because they asked him, സാധ്യമാണ്. how can a rich man enter the kingdom of God? എന്നുവെച്ചാൽ അവര് യേശുവിനോട് ചോദിച്ചു, ഒരു ധനവാൻ എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റും? Because his focus is on his riches. എന്നുവെച്ചാൽ ആ ധനവാന്റെ ആ കാഴ്ചപ്പാട് മുഴുവനും ആ ധനത്തിലല്ലേ. That's where Christ said like this, hey, I can make the impossible possible. അന്നേരമാണ് യേശു ക്രിസ്തു പറഞ്ഞത്, അസാധ്യങ്ങളെ എനിക്ക് സാധ്യമാക്കാൻ പറ്റും എന്ന്. When that short man, what was his name? Zacchaeus came down from the tree. ആ സക്കായി മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോൾ And Jesus Christ told him, today salvation has come to your house. യേശു ക്രിസ്തു അദ്ദേഹത്തിനോട് പറഞ്ഞ എന്താണ്? ഇന്ന് നിന്റെ ഭവനത്തിൽ രക്ഷ വന്നിരിക്കുന്നു. Why? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? Suddenly he knew he had to give away. എന്നു വെച്ചാൽ പെട്ടെന്ന് സക്കയുടെ മനസ്സിലായി, ഓ എനിക്ക് കുറെ അങ്ങ് കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ My dear എന്ന്. friends, the biggest thing that we are bonded is this thing in our hands. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന ഓരോരുത്തരും ഏറ്റവും കെട്ടപ്പെട്ട അവസ്ഥ ഏതിലാണെന്ന് അറിയാമോ? തൻ്റെ പണം കൈകാര്യം ചെയ്യുന്നത്. This is our biggest competitor to God. ദൈവത്തോട് നമ്മൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തോട് മത്സരിക്കുന്നത് ഇതാണ്, Let's പണം. not be fooled, my dear friends. നമ്മൾ തന്നെത്താൻ വഞ്ചിക്കരുത്.
The way we handle this will show whether we are victorious or not. നമ്മൾ നമ്മുടെ പണം കൈകാര്യം ചെയ്യുന്നത് കാണുമ്പം നമുക്ക് തന്നെ മനസ്സിലാകും നമ്മൾ ജയജീവിതം നയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. I'm not saying I'm successful very much. All that I'm saying is that we all need to be successful. ഞാൻ അങ്ങ് പൂർണ്ണത്വം എത്തി എന്നല്ല പറയുന്നത്. നമ്മൾ എല്ലാവരും മുന്നോട്ട് നീങ്ങണം, നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. It feels good to count new money, isn't it? പുതിയ ഈ കാശ് എണ്ണുന്നത് നല്ല രസമല്ലേ, ഈ കാശ് രൂപ എണ്ണുന്നത്. Oh, that feels nice under our hands. കിരികിരിപ്പൊക്കെ അങ്ങോട്ട് നല്ല വിരലിൻ്റെ ഇടയിൽ എന്ത് രസം. Number 5 is to make sacrificial decisions. അഞ്ചാമത്തെ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥമാക്കുന്ന അഞ്ചാമത്തെ പോയിന്റ് ത്യാഗപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. This is where I want to address our young people sitting here, my dear friends. ഇന്ന് നമ്മുടെ നടുവിലിരിക്കുന്ന യുവാക്കളെ ഞാൻ ഇതും കൊണ്ട് സംബോധന If you ചെയ്യാൻ don't make ആഗ്രഹിക്കുന്നു. proper decisions early in life, you will end up where you will not be able to serve God even though you want to. നിങ്ങൾ നിങ്ങളുടെ യൗവനപ്രായത്തിൽ തുടക്കത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി ശരിയായ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയില്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും പറ്റാതെ ആയി പോകും. Many of us will say, let God should show me what job I need to take. അനേകർ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം എന്നെ കാണിക്കണ്ടേ ഞാൻ ഏത് ജോലിയാ എടുക്കണ്ടേന്ന്. You see how deceptive our mind works? എത്രമാത്രം നമ്മളുടെ മനസ്സ് നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. You're not willing to make any decision for God regarding your job. ദൈവത്തിന് നിങ്ങളുടെ ജോലി സംബന്ധിച്ച് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. God will show me the girl I need to marry. ഓ ദൈവം എന്നെ കാണിക്കും ഞാൻ ഏത് പെൺകുട്ടിയാ വിവാഹം കഴിക്കേണ്ടിയെന്ന്. Tong. പെട്ടെന്നൊരു ലൈറ്റൊക്കെ അങ്ങോട്ട് കത്തിച്ച് കർത്താവ് കാണിക്കും. But you never marry without seeing the photo first, isn't it? പക്ഷെങ്കിലേ ആ ഫോട്ടോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ കല്യാണത്തിന് ഊവ എന്ന് പറയുമോ? അങ്ങനെ ടോങ് ഒന്നും വരത്തില്ല. ഓ Show me the photo first. ആദ്യം ചോദിക്കുന്നത് എന്താ, ആ ഫോട്ടോ ഇങ്ങ് കാണിച്ച് ഞാൻ കാണട്ടെ. ഇവിടെ പയ്യനെ എടുത്ത് പറഞ്ഞ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും പറഞ്ഞ ഫുൾ ഫോട്ടോ 2-3 അയച്ചാലേ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. Recently one young man told me, Pastor, I don't want that passport size photo, I want the whole photo, the full size photo, only then I can decide. സൈഡ് പോസും വേണം. I don't want only the front pose, I want the side pose also. You may think, why is pastor saying all this dirty stuff on the stage? Can we make sacrificial decisions for him? ദൈവത്തിനു വേണ്ടി ത്യാഗപൂർവമായ തീരുമാനങ്ങൾ നമ്മൾക്ക് എടുക്കാൻ പറ്റുമോ? Can we say, Lord, I will not take up a job that makes me work on the Sundays, no matter what? നമുക്ക് പറയാൻ പറ്റുമോ, ദൈവമേ എന്തു വന്നാലും ശരി ഞായറാഴ്ച ജോലി ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്ന ഒരു ജോലിയിൽ ഞാൻ പ്രവേശിക്കത്തില്ല, അതെന്തു വന്നാലും ശരി. Now this is not for all, by the way, friends. I'm not saying Sunday should be a rest day for you. ഞായറാഴ്ച നിങ്ങൾക്ക് വിശ്രമിക്കേണ്ട ദിവസമാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. But for them, some are working in you see 7 days a week. Where is the time when you can actually give yourself to God? 7 ദിവസവും ആഴ്ചയുടെ 7 ദിവസവും ജോലി ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് സമയം വെക്കാൻ നിങ്ങളുടെ കയ്യിൽ എവിടെയാണ് സമയം? If you are saying I give 2 hours to God every day, I'm happy with that. Fine. നിങ്ങൾ അഥവാ പറയുക, പാസ്റ്ററെ എല്ലാ ദിവസവും 2 മണിക്കൂർ കർശനമായി ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കും, ദൈവത്തിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓ വളരെ നല്ലത് തന്നെ. But you see, most of us can't do that. പക്ഷെങ്കില് മുക്കാൽ ആൾക്കാർക്കും അത് പറ്റില്ല, അങ്ങനെ പറ്റാറില്ല. We get up in the morning and there's a race against time. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോവാ, ഓട്ടമാ നമ്മള്. And we come back tired and we say, oh, I just don't think I can have അത് കഴിഞ്ഞിട്ട് quality time with God. അവസാനം ക്ഷീണിച്ച് തളർന്ന് നമ്മൾ വന്നിട്ട് പറയാം, ഓ
ശരിയായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞു പോന്നു. The very reason why he gave them the Sabbath is for them to see how God can provide for them. ദൈവം തൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് നാൾ കൊടുത്തതിൻ്റെ കാരണം എന്താണ്? അവർ കാണണം ദൈവം അവർക്ക് വേണ്ടി എങ്ങനെ കരുതാൻ മതിയായവനാണെന്ന് തൻ്റെ ജനം കാണണം എന്ന് ദൈവം ആഗ്രഹിച്ചു. One man went and began to collect food the next day and he found it was all worms inside. ഒരു വ്യക്തി അടുത്ത ദിവസം ഞായറാഴ്ച സബത്ത് ദിവസം മന്ന പെറുക്കാൻ പോയപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ എന്താ, എല്ലാം പുഴു എടുത്ത് തിന്ന് പോയിരിക്കുന്നു. You see how many lessons God has to show us. എത്ര 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 പാഠങ്ങളാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. And why? എന്തിനാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്? So I give you 5 points regarding our faith. നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് 5 പോയിന്റ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു But the തന്നു. biggest and the greatest of all is this. ഏറ്റവും വലുതായി ഏറ്റവും കാതലായത് ഇതാണ്. Is for us to say, not I, but Christ. നമ്മളുടെ വായിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഏറ്റുപറയാ, ഞാനല്ല, എനിക്കല്ല, എനിക്കല്ല, അങ്ങേക്ക്, അങ്ങേക്ക് എന്നുള്ള ഏറ്റുപറച്ചിൽ. That's the highest point of our faith, my dear friends. അതാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ ഉച്ചകോടി. It is not easy for us to reach there. അവിടെ എത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. So I couldn't finish chapter 9 last time. Can we finish the chapter, please? കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 9-ാം അധ്യായം തീർക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾക്കതൊന്ന് തീർക്കാം. We saw only 5 verses in chapter 9. യോഹന്നാൻ 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ മാത്രമേ നമ്മൾ അന്ന് Can you നോക്കിയുള്ളായിരുന്നു. read 6 and 7, please? 6ഉം 7ഉം വാക്യം ഒന്ന് വായിക്കാമോ? ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി. Interesting, isn't it? He took mud and he began to spit on it and he made clay and put it in the eyes. മണ്ണെടുത്ത് തുപ്പി അത് ചേറുണ്ടാക്കി അത് ആ അന്ധന്റെ കണ്ണിലോട്ട് കർത്താവ് പെരട്ടി. Nowadays men of God wouldn't mind doing all this. See, we always think of things that we imitate, isn't it? ഇപ്പോഴത്തെ ദേവദാസന്മാർ ഇതും ചെയ്യാൻ മടിക്കത്തില്ല. എന്ന് വെച്ചാൽ അനുകരിക്കാൻ ഭയങ്കര ഇഷ്ടമായി ഇപ്പം. Suppose someone vomits in a bucket, we want bucket ministry. Everyone should come in the church. Everyone should vomit on the buckets. So we have. ആരെങ്കിലും ഛർദ്ദിക്കുവാണെങ്കിലോ തൊട്ടി കൊണ്ടുവരുന്നത് നമ്മൾ കാണുവാണെങ്കിൽ പിന്നെ അടുത്ത ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ ആദ്യമേ തൊട്ടി നിരത്തി വെക്കും. തൊട്ടി ശുശ്രൂഷ. ഒരാൾ വീഴാൻ തുടങ്ങിയ പിന്നെ നമ്മളെല്ലാവരും പുറയിട്ട് അടുത്ത ആളാണ് വീഴുന്നത്. അപ്പം പിന്നെ പുറയിൽ ബോഡി ഗാർഡാണ്. എന്തുവാ വീണ പിടിക്കാൻ സ്പെഷ്യൽ മിനിസ്ട്രി സഭയിൽ തുടങ്ങി. എന്തുവാ വീഴ്ച മിനിസ്ട്രി. You see, he took mud and spat and he put it on the eyes. Very interesting, isn't it? യേശുക്രിസ്തു അവിടെ മണ്ണെടുത്ത് മണ്ണിൽ തുപ്പി ചെളി ഉണ്ടാക്കി. The reason why this is the next verse where it says that pools, meaning is send. അവിടെ അതിന്റെ കാരണം അടുത്ത വാക്യത്തിലാണ്. അവിടെ ആ കൊളത്തെക്കുറിച്ച് ശിലോം കൊളം എന്ന് പറയുന്നത് അതിനർത്ഥം ഐക്യപ്പെട്ടവൻ. You see, many of us are not able to receive our miracle because we are not willing to be sent for our miracle. നമ്മളിൽ അനേകരും നമ്മളുടെ അത്ഭുതങ്ങൾ നമ്മൾ കൈവശമാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളുടെ അത്ഭുതങ്ങൾ പ്രാപിക്കാനായിട്ട് ഐക്യപ്പെട്ടവരായിട്ട് പോകാൻ മനസ്സില്ല. We say, Lord, just do it now. Why you want to send me? Just do it. Just touch me. നമ്മൾ പറയുന്നത് അതെന്തിനാ എന്നെ അയക്കുന്നത്, എന്തിനാ ഞാൻ ഇതിനെ പോകേണ്ടത് ആവശ്യം, എന്നെ ഇപ്പം അങ്ങ് തൊട്ടാ പോരെ, അങ്ങ് തൊട്ടെ. Don't you have the power to just heal me? ഇപ്പം തൊട്ട് എന്നെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് എന്താ ശക്തിയില്ലേ? Remember, he was a blind man. It was difficult for him to walk and go to the pool. He couldn't see to reach the pool, by the way. Someone had to take him there. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അദ്ദേഹം ഒരു അന്ധനായിരുന്നു.
കണ്ണ് കാണത്തില്ലായിരുന്നു. ആ ശിലോം കുളം വരെ പോകുന്നത് എളുപ്പമല്ലായിരുന്നു. വേറെ ചിലരുടെ സഹായം വേണമായിരുന്നു അവിടെ എത്താനായിട്ട്. Oh, my dear friends, if only we know sometimes our miracle also needs some activity from our side. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സമയത്ത് നമ്മൾ പ്രാപിക്കാനുള്ള, നമ്മൾക്ക് കിട്ടാനുള്ള ആ അത്ഭുതങ്ങൾ പോലും നമ്മളിൽ നിന്ന് ചില പ്രവൃത്തികൾ കാരണം, അത് പ്രവൃത്തികൾ വന്നാൽ മാത്രമേ ഇത് നമുക്ക് കൈവശമാക്കാൻ പറ്റത്തുള്ളൂ. Another reason why he used mud. ആ മണ്ണ് എടുക്കാനായിട്ട് വേറെ കാരണം എന്താണ്? Because you see, everyone saw the clay in his eyes. എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടു, അവിടെ ചുറ്റും നിന്നവരെല്ലാരും കണ്ടു ആ അന്ധന്റെ കണ്ണിന്റെ മേളിൽ When മണ്ണിരിക്കുന്നത്. the Pharisees asked him, how did you get healed? ആ പരീശന്മാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് കാഴ്ച കിട്ടിയെന്ന് You know what he ചോദിച്ചപ്പോൾ told them in verse 15? 15-ാം വാക്യത്തില് ആ അന്ധൻ ഉത്തരം പറയുന്നത് കാണാം. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എന്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബ്ബത്ത് പ്രമാണിക്കായിക കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല. ഈ ചേറെടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രശ്നം. നേരിട്ട് സൗഖ്യപ്പെടുത്തിയായിരുന്നെങ്കിൽ പരീക്ഷന്മാർക്കൊന്നും പറയാനില്ലായിരുന്നു. പക്ഷെങ്കിൽ കർത്താവ് ജേല ചെയ്തു. ശബ്ബത്ത് നാളിൽ കർത്താവ് ചേരെടുത്തു. പാടില്ല പാടില്ല പാടില്ല. The problem was Jesus on the Sabbath day took mud. If Jesus had just healed, no problem. But then he was not supposed to take mud on that. There is another example isn't it, where he healed the lame man after 38 years of being lame. ആ 38 വർഷം മുടന്തനായി കിടന്നവനെ സൗഖ്യപ്പെടുത്തിയപ്പോഴും അദ്ദേഹം You know what Jesus Christ told him? അവിടെ യേശുക്രിസ്തു അദ്ദേഹത്തോട് Get up, take up your bed and start walking. നീ എഴുന്നേക്ക്, നിന്റെ കിടക്ക എടുത്ത് നീ നടക്ക് എന്ന് യേശു അവനോട് പറഞ്ഞു. ഈ കിടക്ക എടുത്ത് പറഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. കിടക്ക അവിടെ വെച്ചിരുന്ന പ്രശ്നമില്ലായിരുന്നു. കർത്താവ് അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞാണ്, നീ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. There also Jesus told him, you take your bed and walk. The taking up the bed was a problem there. കാരണം എന്താ പ്രശ്നം അറിയോ? ശബ്ബത്ത് നാൾ, അതും ശബ്ബത്ത് നാളായിരുന്നു. Oh, that day was also a Sabbath day. അപ്പോഴത്തേക്ക് ഇവർക്ക് പ്രശ്നം ഉണ്ടായി. കാരണം എന്തുവാ, ഇയാളെന്താ കിടക്ക കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്? Then the problem was, why this man is lifting up you his are bed working, on the Sabbath day. You are working by taking up the bed. Oh, നീ കിടക്ക എടുത്ത് പ്രവൃത്തി ജോലി ചെയ്യുവാന്നോ? അതാണ് പ്രശ്നം. Oh, my dear friends, if only we knew how religious we can be. നമ്മൾ എത്രമാത്രം ഈ മതഭാവം നടിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റും. എന്നാലും കണ്ടില്ലേ അവള് അതാ വന്നേക്കുന്നു. ഓ, മാലയും മലയൊക്കെ ഇട്ട് ഞങ്ങളെല്ലാം എല്ലാം ഉപേക്ഷിച്ചാണ്. Look at her, she is coming with all the jewels on her. See, I have removed all my ornaments. പ്രശ്നം മാല ഇട്ടാണ് മാല ഇടാത്ത ആളാണ്? Who has more problem, the one who's wearing or the one who removed? ഇങ്ങനെ പറയും, പാസ്റ്റർ ഒത്തിരി കുത്തല്ല കേട്ടോ. You may say, Pastor, don't prick too much. So it is possible for women to be so caught up with their beauty and forget everything else. Oh, സ്ത്രീകള് അവരുടെ ആ സൗന്ദര്യത്തിൽ അങ്ങ് മുഴുങ്ങി ബാക്കിയെല്ലാം മറന്നു പോകുന്ന ഒരു അവസ്ഥയിലാകാൻ സാധ്യതയുണ്ട് നമ്മൾക്ക് സ്ത്രീകൾക്ക്. But it's also possible for women to look at others and say, oh, look at her. മറിച്ച് സ്ത്രീകള് മറ്റുള്ളവരെ നോക്കിയിട്ട് മറ്റുള്ള സ്ത്രീകളെ അവളെ ഒന്ന് കണ്ണ് നോക്കിക്കേ എന്ന് പറയാനും സാധ്യതയുണ്ട്, പറ്റും സ്ത്രീകളെ സംബന്ധിച്ച്. I don't know which is worse. ഏതാ കൂടുതൽ ഭയാനക അപകടം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിരിക്കാന്നോ അതൊക്കെ അറിയാമെന്നോ? മാസ്ക് ഇട്ടോണ്ടൊന്നും കാണത്തില്ല. He applied clay into my eyes and that's why I see. യേശു എൻ്റെ കണ്ണില് ചെളി പെരട്ടി ഞാൻ ഇപ്പോൾ കാണുന്നു. How could he do this? എങ്ങനെ യേശുവിന് ചെളി പെരട്ടാൻ പറ്റും?
They called him the second time because they couldn't believe the first time that he was healed. അദ്ദേഹം സൗഖ്യമായെന്ന് അവർക്ക് ആദ്യം പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ പിന്നെയും പോയി ആ സൗഖ്യമായവനെ വിളിച്ചു. His parents said, ask him. They got scared. You ask him, he's old enough. Why are you asking us? അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പറഞ്ഞു, അയ്യോ ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്, അവൻ പ്രായമുള്ളവനല്ലേ, അവനോട് പോയി ചോദിക്ക, ഞങ്ങളെ എന്തിനാ ഈ കുഴച്ചിലിനകത്ത് ഇടുന്നത്. Look at verse 24. 24-ാം വാക്യം. വായിച്ചാട്ടെ. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. It's an interesting phrase, interesting words. You know what they are saying here? അവിടെ എന്താണ് അവർ പറയുന്നത്? They are saying when you say something, they told the blind man, when you say something, please give glory to God. അവിടെ ആ അന്ധനോട് പരീശന്മാർ വിളിച്ച് പറയുവാണ്, നീ എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിൽ കൂടി ദൈവത്തിന് മാത്രമേ മഹത്വം വരാവൂ. Very wonderful thing to say, isn't it? അത് ഒരു വിധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശരിയല്ലേ പറഞ്ഞത്? The second part is the troubling part. അതിന്റെ രണ്ടാം ഭാഗമാണ് പ്രശ്നം. But we know this man is a sinner. പക്ഷെങ്കിലേ പരീശന്മാർ പറയാ, പക്ഷെങ്കിൽ ഞങ്ങൾക്കറിയാം ഈ മനുഷ്യനില്ലേ, ഈ ചെളി പെരട്ടിയ മനുഷ്യൻ, തുപ്പൽ കുഴച്ച മനുഷ്യൻ, അദ്ദേഹം പാപിയാണ്. You give glory to God. ദൈവത്തിന് മഹത്വം കൊടുക്കുക. This man is a sinner. ഈ മനുഷ്യൻ പാപിയാണ്. You know what this man says back to them? യേശുക്രിസ്തു ഈ മനുഷ്യൻ അവരോട് തിരിച്ചു പറഞ്ഞ എന്താണെന്നറിയാമോ? Verse 25. 25-ാം വാക്യം. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Oh, just imagine. You see, no, there was not a miracle like this that ever happened on earth, my dear friends. സുഹൃത്തുക്കളെ, അന്ന് വരെ അങ്ങനെ ഒരു അത്ഭുതം അവർ കണ്ടിട്ടില്ല, നടന്നിട്ടില്ലായിരുന്നു. At least they should have realized, yes, this is something very amazing. അവര് കുറഞ്ഞ പക്ഷം എങ്ങനെയെങ്കിലും ചിന്തിക്കും, ഓ അതിശയകരമായ ഒരു കാര്യം നടന്നല്ലോ എന്നെങ്കിലും അവർക്ക് ചിന്തിക്കാമായിരുന്നു. As we read down, what do we see in verse 30 and 31? താഴോട്ട് വായിക്കുമ്പോൾ 30-ഉം 31-ഉം വാക്യത്തിൽ എന്ത് നമുക്ക് കാണാം? 32 also. 30, 31, 32. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. ആദ്യം പറഞ്ഞു ഇവന്റെ ഒരു പാപിയാന്ന് പറഞ്ഞു. ആരാ? യേശു ഒരു പാപിയാന്ന് പറഞ്ഞു. രണ്ടാമത് എന്താ പറയുന്നത്? നീ മുഴുവനും പാപത്തിലല്ല നീ പിറന്നത്, നീ ഞങ്ങളെ പഠിപ്പിക്കുകയാന്നു. You know what's happening here, my dear friends? ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? Look at verse 39. I'll stop there, please. 39-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. Oh, what an amazing thing, my dear friends. സുഹൃത്തുക്കളെ, എത്ര അതിശയമായ ഒരു കാര്യമാണ് ഇവിടെ. Those who do not see may see. കാണാത്തവൻ, അന്ധനായവരെ കാണാനായിട്ട്. And those who say they see, they become blind. കാണുന്നു, കാണാൻ പറ്റും എന്ന് പറയുന്നവര് അന്ധരാകുന്നു. You know what was happening here? ഇവിടെ എന്തായിരുന്നു നടന്നത്? Slowly this man was moving into faith in Jesus Christ. ഇവിടെ ഈ സൗഖ്യം പ്രാപിച്ച ആ വ്യക്തി ഈ വിശ്വാസത്തിൽ, യേശുവിലോട്ടുള്ള വിശ്വാസത്തിൽ വളരുവായിരുന്നു. He just started his journey of faith. He never even knew who healed him at first. ആദ്യം അദ്ദേഹത്തെ ആരാ സൗഖ്യമാക്കിയെന്ന് അറിയത്ത് പോലും ഇല്ല. But then he began to think, he began to see more clearly. അത് കഴിഞ്ഞ് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, കൂടുതൽ വ്യക്തമായിട്ട് And this is what he began to see. Hey, how can it be that someone cured of blindness? It never happened before. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു,
ജന്നാൽ അന്ധനായവനെ സൗഖ്യമാക്കുന്നതോ ഇങ്ങനെ ഒരു Surely there നടന്നിട്ടില്ലല്ലോ. is something about this man who healed me. എന്നെ സൗഖ്യമാക്കിയ ഈ വ്യക്തിയിൽ എന്തോ ഉണ്ട്. He began to think further. അദ്ദേഹം ഇച്ചിരൂടെ ചിന്തിക്കാൻ And he തുടങ്ങി. began to say how God doesn't answer the prayer of sinners, so therefore this man has to be from അദ്ദേഹം God. പറഞ്ഞു, അദ്ദേഹം ചിന്തിക്കുകയും പറയുകയും ചെയ്തെന്തുവാ, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കത്തില്ലല്ലോ, പക്ഷെങ്കിൽ ഈ വ്യക്തിയുടെ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം അതുകൊണ്ട് ഈ വ്യക്തി പാപിയല്ല. Slowly he's beginning to see. പെതുക്കെ പടിപടിയായിട്ട് ആ വ്യക്തി കാണാൻ And തുടങ്ങുവാണ്. Jesus Christ went after him and found him, my dear അത് കഴിഞ്ഞ് friends. യേശു ഈ വ്യക്തിയുടെ പിന്നാലെ പോയി Christ അദ്ദേഹത്തെ came കണ്ടെത്തി. to him. He did not search for Jesus. നമ്മൾ കാണുന്നത് അദ്ദേഹം യേശുവിനെ അന്വേഷിച്ചു പോയി എന്നല്ല, യേശു അദ്ദേഹത്തിന്റെ അടുത്തോട്ട് വന്നു Because എന്നാണ് whenever that വായിക്കുന്നത്. faith journey begins, it is because God is doing a work in us, my dear ആ friends. വിശ്വാസ യാത്രയിൽ അദ്ദേഹം മുന്നോട്ട് പോകാൻ കാരണം എന്തുവാ, ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി That's ചെയ്യുവായിരുന്നു. how it is with all of us. അങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ When God begins this work in us, ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി He തുടങ്ങുമ്പോൾ comes after us. അവൻ നമ്മുടെ പിന്നാലെ വരുന്നു. Jesus Christ says, do you believe in the Son of Man? യേശു ക്രിസ്തു ചോദിക്കുന്നു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നോ? He answers in verse 36, who is he, O God? Show me that I may believe in him. ആ 36-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയാണ്, ആരാണ് ഈ മനുഷ്യപുത്രൻ, എന്നെ ഒന്ന് കാണിച്ചതാ. Christ says, you have both seen him. He is the one talking to you. യേശു ക്രിസ്തു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ, നീ അവനെ കണ്ടിരിക്കുന്നു. Lord, I believe. ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. What an amazing thing, my dear friends. എത്ര അതിശയമായ ഒരു സംഭവം, ഒരു കാര്യമാണ്. How God begins this journey of faith in us. ദൈവം നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസ യാത്ര ഇങ്ങനെയാണ് Don't think you തുടങ്ങുന്നത്. lifted your hands one day because you were smart enough to seek after God. Don't think you were smart enough. That's why you lifted up your hand one day. നമ്മള് ദൈവത്തെ നമ്മൾ ഒരു ദിവസം കൈപൊക്കി, ഉവ്വ കർത്താവേ എനിക്ക് അങ്ങേ മതി, ഞാൻ അങ്ങയുടെ പിന്നാലെ വരുന്നു എന്ന് കൈപൊക്കിയത് നമ്മളുടെ ഏതാണ്ട് കഴിവോ അറിവോ പ്രാപ്തിയും കൊണ്ടാണെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. Oh, my dear friends, he says, I am who I am. സുഹൃത്തുക്കളെ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ അവൻ തന്നെ. I am the one who is going to give you. ഞാൻ നിന്നെ സൗഖ്യമാക്കും. I am the one who is going to give you more than the miracle. ഒരു അത്ഭുതത്തിനും അപ്പുറം ഞാൻ നിനക്ക് തരാം. Because you are going to see what you never saw. എന്ന് വെച്ചാൽ നീ ഒരിക്കലും കാണാത്തത് നീ കാണാൻ തുടങ്ങുവാണ്. Who is he that I may believe in him? This man cried out. ഈ അന്ധനായ സൗഖ്യപ്പെട്ട വ്യക്തി പറഞ്ഞു, അവൻ എവിടെ, അവൻ ആരാണ്, എനിക്ക് അവനെ കാണണം. You have both seen him. He is the one talking to you. യേശു പറഞ്ഞത്, നീ അവനെ കണ്ടിരിക്കുന്നു, അവൻ തന്നെ നിന്നോട് സംസാരിക്കുന്നു. He saw more than with his physical eyes, my dear friends. സുഹൃത്തുക്കളെ, ആ വ്യക്തി അവന്റെ ശാരീരിക കണ്ണും കൊണ്ട് കാണുന്നതിനപ്പുറമായ ചിലത് കണ്ടു. Oh. ഹല്ലേലൂയ. On the other side, we find the Pharisees. മറുവശത്ത് നമ്മൾ പരീശന്മാരെ കാണുന്നു. They are so sure of what they can see. അവർക്ക് അവരുടെ കാഴ്ചയെക്കുറിച്ച് ഇച്ചിരി കൂടുതൽ ഉറപ്പാ. They say, we know that God spoke to Moses. They say. അവര് പറയുന്നു, ഞങ്ങൾക്കെല്ലാം അറിയാം, ദൈവം മോശയോട് സംസാരിച്ചു. But as to this man, we don't know where he came from. പക്ഷേ ഈ മനുഷ്യന് ഇവൻ എവിടുന്ന് വന്നെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. He's a nobody. അവനോ ആരുമല്ലെന്നേ. And this man kept on telling them, if it does not come from God, he cannot do anything. പക്ഷേ ഈ വ്യക്തി പറയാൻ തുടങ്ങി അവരോട്, പരീശന്മാരോട്, ഇവൻ ദൈവത്തിൽ നിന്ന് വന്നതല്ലെങ്കിൽ പിന്നെ ഇവന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. You know what they told him? അപ്പോൾ Not only that he is a sinner, you are born in sin. പരീശന്മാർ അദ്ദേഹത്തോട് പറഞ്ഞെന്നറിയാമോ, യേശു പാപിയാണെന്ന് മാത്രമല്ല നീയും മുഴുവനും പാപം. Those who say they see, this is the problem, my dear friends. സുഹൃത്തുക്കളെ,
നമ്മൾക്ക് കാണാൻ പറ്റുന്നു എന്ന് നമ്മൾ പറയുവാണെങ്കിൽ This is the problem with us also. നമ്മളെ സംബന്ധിച്ച് ചില You പ്രശ്നങ്ങളുണ്ട്. see, let me address you very carefully, my dear friends. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. Don't think because you have grown in God, you have begun to see everything. നിങ്ങൾ കർത്താവിൽ വളർന്നതും കൊണ്ട് എല്ലാം കാണുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. Let me address those of you who are watching YouTube as well. യൂട്യൂബിൽ കൂടി കാണുന്നവർ നിങ്ങളോടും കൂടിയാണ് Don't പറയുന്നത്. think that our prophetic words are always going to be right. എല്ലാ പ്രവചന വാക്കുകളും നിങ്ങൾ കേൾക്കുന്നതെല്ലാം എപ്പോഴും ശരിയാകണമെന്നില്ല. പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല. As we grow in God, this is the biggest danger for us. നമ്മൾ ദൈവത്തിൽ വളർന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ അപകടം നമ്മുടെ I മുന്നിലുള്ളത്. think I can see now. Let me tell you what your problem is. നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്ക് കാണാം, ഞാൻ പറഞ്ഞു തരാം നിന്റെ പ്രശ്നം എന്താണെന്ന്. Yesterday, Wilson and I was counseling somebody, one family. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ഒരു കുടുംബത്തെ കൗൺസിൽ ചെയ്യുമായിരുന്നു. We tried hard to make them see the bigger picture. ഞാൻ അവരുടെ പ്രയാസത്തിൻ്റെ ആ പ്രശ്നം മാത്രമല്ല, മുഴുവനായിട്ട് ഒരു വലിയ ചിത്രം അവരെ കാണിക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. After everything was over, I told Wilson, now do you see that the better picture? എല്ലാം കഴിഞ്ഞപ്പം ഞാൻ വിൽസിയോട് ചോദിച്ചു, ഇപ്പം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ, ഒരു വലിയ ചിത്രം നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? She puts a prick into my balloon. അവള് എൻ്റെ ആ ചീർത്തിരിക്കുന്ന ബലൂണിനകത്തോട്ട് ഒരു കുത്തുകുത്തി. Don't think that you got the entire picture yourself. ചോദിച്ചു, അച്ഛൻ മുഴുവനും കണ്ടു എന്ന് വിചാരിക്കണ്ട. That's the truth. അത് വാസ്തവമാണ്. When we counsel somebody, my dear friends, സുഹൃത്തുക്കളെ, നമ്മൾ വേറൊരാളോട് കൗൺസിൽ ചെയ്യും, ഉപദേശിക്കുമ്പോൾ let's be very careful. നമുക്ക് ഒത്തിരി നമ്മൾ ശ്രദ്ധയുള്ളവരാകണം. How do we know that we are seeing correctly? മുഴുവനും ശരിയായിട്ട് നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും? Let not God look at us and say, you think you can see, but you are blind. കർത്താവായി നമ്മളെ നോക്കിയിട്ട്, നിങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെങ്കിൽ നീ അന്ധ്യാണ് എന്ന് ദൈവം നമ്മളോട് പറയാൻ. I want to address this issue here because there is churches like this where this is the bigger problem. ഈ വാസ്തവം ഞാൻ ഈ സഭയിൽ, ഇങ്ങനത്തെ സഭകളിൽ ആ പ്രശ്നം, ഇത് വലുതായിട്ടുള്ള പ്രശ്നം, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് സംബോധിപ്പിക്കുന്നു. Because it's so easy for us to think that we are growing in God. Oh, I'm in a wonderful church where there's a lot of teaching going on. നല്ലൊരു സഭയിലാണ്, ഒത്തിരി പഠിപ്പീരുള്ള ഒരു സഭയിൽ ഞാൻ വളരുന്നു എന്നുള്ള ചിന്ത നമ്മൾക്ക് വന്നു പോകാം. We have to begin to admit to ourselves, Lord, unless I have the grace of God, I cannot see as I ought to see. നമ്മൾ തന്നെത്താൻ താഴ്ത്തി അംഗീകരിക്കുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ വരണം. ദൈവമേ, കാണേണ്ട പോലെ ഞാൻ കാണുന്നില്ല. How many times God has to humble us for us to begin to see, hey, you are not yet there, God says. എത്ര പ്രാവശ്യം ദൈവം നമ്മളെ ശാസിച്ച് പറയേണ്ടതായിട്ട്, നമ്മളെ തന്നെത്താൻ താഴ്ത്തുന്ന അവസ്ഥയിലോട്ട് കൊണ്ടുവന്ന് പറയുന്നതായിട്ടുണ്ട്. നീ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. The moment we boast in what we have, നമ്മൾക്കുള്ളത്, നമ്മൾ പ്രാപിച്ചതിൽ, നമ്മൾ ആയിരിക്കുന്നതിൽ നമ്മൾ പ്രശംസിക്കാൻ തുടങ്ങുന്ന നിമിഷം we are in danger because there is so much more that we don't have. നമ്മൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തുന്നത് അപകടമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇല്ലാത്തത്, നമ്മൾ പ്രാപിക്കാത്തത്, കാണാത്തത് എത്ര അധികമുണ്ട് ഇനിയും. For judgment I came to the world, Jesus says. അവിടെ യേശു പറയുന്നത്,
39 വാക്യത്തിൽ വിധിക്കാനായിട്ടാണ് ഞാൻ ലോകത്തിൽ You see, there's another വന്നിരിക്കുന്നത്. verse that says, I did not come to judge, but I came to save, isn't it? വേറൊരു വാക്യത്തിൽ പറയുന്നത് ഞാൻ വിധിക്കാനല്ല രക്ഷിക്കാനാ വന്നത്. How do we connect that verse with this? അപ്പൊ ആ വാക്യവും ഇവിടെയും കൂടി ഇത് രണ്ടും കൂടി നമ്മൾ എങ്ങനെ Because you യോജിപ്പിക്കും? see, here he is not judging directly. എന്ന് വെച്ചാൽ ഇവിടെ യേശു നേരിട്ട് വിധിക്കുകയല്ല Let me give an ചെയ്യുന്നത്. example. ഉദാഹരണത്തിന് You're in a workplace where there are 10 people working in your office. നമ്മൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുക, അവിടെ നമ്മുടെ കൂടെ 10 പേര് വേറെ ജോലി And you ചെയ്യുന്നുണ്ട്. do your work well and you finish all your work on time and everything, your boss commends you for it. നമ്മുടെ ജോലിയെല്ലാം കൃത്യമായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ടതുപോലെ നല്ല രീതിയിൽ ചെയ്യുന്നു. എന്നിട്ട് നമ്മളുടെ ബോസ്, നമ്മളുടെ യജമാനൻ വന്നിട്ട് നല്ലത് ചെയ്തു എന്ന് നമ്മളോട് All that പറയുന്നു. happened was that you did your job well. ചെയ്തത് എന്തുവാണ്, നടന്നത് എന്തുവാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലി But നന്നായിട്ട് the ചെയ്തു. other 9 people are threatened now because why? You did your job well while they did not. ബാക്കി 9 പേര് അവരവരുടെ ജോലി നന്നായിട്ട് ചെയ്യാത്തതും കൊണ്ട് അവരിപ്പം ഭീഷണിയിലാണ്. കാരണം എന്തുവാ, നിങ്ങൾ നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്തു. They get angry with you. അവര് നിങ്ങളോട് ഇനിയും ദേഷ്യപ്പെടാൻ തുടങ്ങും. Why? കാരണം എന്താണ്, Because they are threatened. എന്ന് വെച്ചാൽ അവരുടെ They're exposed. ജോലി കുഴപ്പത്തിലാണ്. അവരുടെ അവസ്ഥ തുറന്നു പോയി, എല്ലാം കാണാം അവർ ചെയ്യുന്നില്ല എന്ന്. You go to a corporation office and find someone who does not take bribes. കോർപ്പറേഷൻ ഓഫീസിൽ നമ്മൾ പോകുമ്പോൾ കൈക്കൂലി വാങ്ങിക്കാത്ത ആരെങ്കിലും കാണുവാണെങ്കിൽ They will immediately shut them out, put them transfer to some distant place. Why? കൈക്കൂലി വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യും, അവിടുത്തെ ഓഫീസേഴ്സ് അവരെ പെട്ടെന്ന് അങ്ങ് സ്ഥലം മാറ്റി വേറെ സ്ഥലത്തിലോട്ട് ട്രാൻസ്ഫർ അടിച്ചു. Because most of the rest of us you see are taking bribes. So you are exposing us. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ ഇച്ചിരി കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. അപ്പം നീ ഇവിടെ ഇരിക്കുന്ന ഉടനെ ഞങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കത് പ്രശ്നമാണ്. അതുകൊണ്ട് നീനെ ട്രാൻസ്ഫർ അടിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ വാങ്ങിക്കാമല്ലോ. This is where it says indirect judgment. When Jesus Christ came on earth, the light came and the darkness was exposed. അത് നേരിട്ടുള്ളതല്ല, പക്ഷെങ്കിൽ വേറെ വശത്തുനിന്ന് വന്ന് വിധിക്കുന്നത്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ തന്നെ ഇരുട്ട് മാറി എല്ലാം പ്രകാശത്തിലായി, മറയില്ല. Let me close by telling you this one sentence, please. ഒരു സെന്റൻസിൽ ഇങ്ങനെ പറയാം, Only if by us being lights and doing his works can we reveal Jesus Christ here on earth. ഈ ലോകത്തിൽ നമ്മൾ യേശുവിനെ വെളിപ്പെടുത്തണമെങ്കിൽ നമ്മൾ വെളിച്ചമായിട്ട് ഈ ലോകത്തിലായിരുന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. Listen carefully. ശ്രദ്ധിച്ചു Two കേൾക്കണേ. things. 2 കാര്യം, Us being lights നമ്മൾ വെളിച്ചമാകണം, and doing his works. അവന്റെ പ്രവൃത്തികൾ ചെയ്യണം. You know there is 34 times in the Bible, in the book of John it says, sent me, God sent me, the Father sent me. യോഹന്നാന്റെ സുവിശേഷത്തിൽ 34 പ്രാവശ്യം യേശു പറയുക, എന്നെ അയച്ചു, പിതാവ് എന്നെ അയച്ചു എന്ന ആ അയച്ചു എന്നുള്ള ആ വാക്ക്. He came here on a mission, my dear friends. He came on a mission. യേശുക്രിസ്തു ഒരു ദൗത്യത്താലാണ് And do ഈ you ഭൂമിയിൽ know വന്നത്. that he said the same thing to us, just like my Father sent me, I am sending you. നമ്മൾക്കറിയാമോ, യേശുക്രിസ്തു നമ്മളോടും ഇത് തന്നെയാണ് പറഞ്ഞത്. യേശു പറഞ്ഞത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. 34 times he said, the Father send me, send me, send me. 34 പ്രാവശ്യം യേശു പറയാണ്, പിതാവ് എന്നെ അയച്ചു, പിതാവ് എന്നെ അയച്ചു, എന്നെ അയച്ചു. How many of us are saying to ourselves, I have been sent by God? നമ്മളോട് തന്നെ പറയുന്നുണ്ടോ? എത്ര പേരാണ് പറയുന്നത്, എന്നെ ദൈവം അയച്ചു, അതുകൊണ്ടാണ് ഞാൻ. Every day in the morning do we say, I have been sent? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളോട് തന്നെ പറയുമോ, ഞാൻ എന്നെ അയച്ചതാണ്? Do we know that we have been sent? നമ്മളെ ദൈവം അയച്ചതാണെന്ന് നമ്മൾക്ക് അറിയാമോ? Yes, we were living for ourselves, but now we are sent. നമ്മൾക്ക് വേണ്ടി സ്വാർത്ഥമായിട്ട് ജീവിച്ചവരായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോൾ നമ്മൾ അയക്കപ്പെട്ടവരാണ്. Oh God, open our eyes to see that we have been sent. കർത്താവേ, അങ്ങ് ഞങ്ങളെ അയച്ചതാണ്, ഞങ്ങൾ അയക്കപ്പെട്ടവരാണ് എന്ന് കാണാൻ ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണമേ. Can we pray, please? നമുക്ക് പ്രാർത്ഥിക്കാം. Oh Lord, open our eyes. പിതാവേ,
കർത്താവെ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. Jesus, you came here on earth because you were sent. യേശുവേ, അങ്ങ് ഈ ലോകത്തിൽ വന്നത്, ഭൂമിയിൽ വന്നത് അങ്ങ് You came for a അയക്കപ്പെട്ടവനായതുകൊണ്ടാണ്. purpose. You came for a mission, oh God. Nothing അങ്ങ് ഒരു could stop you from fulfilling that. അങ്ങ് ഒരു ഉദ്ദേശത്താൽ, ഒരു ലക്ഷ്യത്താൽ, ആ ദൗത്യത്താലാണ് വന്നത്. ആ ദൗത്യം തീർക്കാനായിട്ട് ഒന്നിനും And Lord, അങ്ങേ But തടസ്സപ്പെടുത്താൻ Lord, how many സാധിച്ചില്ലല്ലോ. of us are here without having any purpose in our കർത്താവെ, lives? ഞങ്ങൾ എത്ര പേര് ജീവിതത്തിൽ ഒരു ലക്ഷ്യം, ഒരു ഉദ്ദേശമില്ലാതെ ജീവിച്ചു Oh, പോകുന്നു. if only we could see that you want to send us, oh God. കർത്താവെ, അങ്ങ് ഞങ്ങളെ അയക്കാൻ ആഗ്രഹിക്കുവാണ് എന്ന് ഞങ്ങളൊന്ന് കാണാൻ ഞങ്ങളുടെ കണ്ണ് Just in തുറന്നു. our workplace, just to be lights itself is being sent. ആ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ ആ വെളിച്ചമായി ഇരിക്കുന്നതിൽ കൂടി തന്നെ അങ്ങ് ഞങ്ങളെ അയക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. To be able to do your works, oh അങ്ങയുടെ God, is another huge thing that we need. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്യാനാണ് കർത്താവെ ഒരു വലിയ മേഖല ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളത്. Oh God, help us these days, we pray thee. കർത്താവെ, ദൈവമേ, ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ As സഹായിക്കണമേ. individual people and as a church, അങ്ങയുടെ ജനത്തെ, അങ്ങയുടെ As in- സഭയായിട്ട്, as people, individuals and as a വ്യക്തിപരമായിട്ടും church, സഭയായിട്ടും if അങ്ങ് only, ഞങ്ങളെ Lord, we could സഹായിക്കണമേ. realize that we have been sent. ഞങ്ങളത് മനസ്സിലാക്കട്ടെ. വ്യക്തിപരമായിട്ടും സഭയായിട്ടും അങ്ങ് ഞങ്ങളെ അയക്കുന്നു, അയച്ചവരാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ Jesus, Jesus, സഹായിക്കണമേ. have mercy on us, have mercy യേശുവേ, on us. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. Open our eyes, just like you opened the eyes of the blind man. അങ്ങ് അന്ധന്റെ കണ്ണ് തുറന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ കണ്ണും തുറന്നു He did തരണമേ. not just see physically, but he saw who you are. അദ്ദേഹം ബാഹ്യമായി കണ്ടത് മാത്രമല്ല, അങ്ങ് ആരാണെന്ന് അദ്ദേഹം കണ്ടു. If only we could see why you have placed us here on earth. ഞങ്ങളെ ഈ ഭൂമിയിൽ അങ്ങ് എന്തിനാക്കി വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടായിരുന്നെങ്കിൽ. Jesus, യേശുവേ, work in us. ഞങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ. Show us. ഞങ്ങളെ കാണിച്ചു തരണമേ. Enable us. ഞങ്ങളെ Give us the പ്രാപ്തിയുള്ളവരാക്കണമേ. strength, O Lord. We are weak in ourselves. കർത്താവെ, ഞങ്ങളിൽ തന്നെ ബലഹീനരാ. കർത്താവെ, ഞങ്ങൾക്ക് ബലം We തരണമേ. don't know how to persevere, O Lord. We give up so easily. എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കർത്താവെ, പെട്ടെന്ന്, എത്ര പെട്ടെന്ന് ഞങ്ങളെ തളർന്നങ്ങ് വിട്ടുകളയുന്നു. Thank you, Lord. നന്ദി അപ്പച്ചാ. Give you glory and praise. അങ്ങേക്ക് സ്തുതിയും മഹത്വവും തരുന്നു. In Jesus' precious name we pray. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.